എനിക്ക് കുറച്ച് പുളിശ്ശേരി ഒഴിച്ചാൽ മതി. സാമ്പാർ ഞാൻ പിന്നെ കഴിച്ചോളാം. പരിപ്പ്, സാമ്പാർ, പുളിശ്ശേരി, അതാണ് ക്രമം. അങ്ങനെ വേണം കഴിക്കാൻ. അതല്ല ആന്റി, ചാരുചേച്ചി ഉണ്ടാക്കിയ സാമ്പാറിന്റെ രുചി കഴിച്ചു കഴിഞ്ഞെങ്കിലും നാവിൽ നിൽക്കണമെങ്കിൽ അത് അവസാനം കഴിക്കുന്നത് നല്ലത്. എനിക്ക് അവസാനം മതി. ആ എങ്കിൽ പിന്നെ കിരണിന് പുളിശ്ശേരി കൊടുക്കുമോളെ. അഞ്ജന മോളെ കുറച്ച് സാമ്പാർ വാങ്ങിച്ച് കഴിക്കുക. ശാരുമോളെ ശ്യാമളയ്ക്ക് കൊടുക്ക്. ദേ സ്ഥിരം കഴിക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ കഴിച്ചോണ്ടിരിക്കല്ലേ. ഇങ്ങനെ ഉണ്ടോ ചേച്ചി? അതെ ശ്യാമളെ, നിങ്ങൾ ആ പുളിശ്ശേരി എടുത്ത് ഒഴിച്ച് കഴിക്കേ. അതിന് അന്യായ ടേസ്റ്റാ. അതായിരിക്കും നല്ലത്. ദേ കണ്ടില്ലേ, ഞാനും കിരണും പുളിശ്ശേരി ഒഴിച്ച് കഴിക്കുന്നത്. നിങ്ങൾക്ക് പുളിശ്ശേരി മതിയെങ്കിലേ നിങ്ങൾ അത് കഴിച്ചോ. ഞങ്ങളെ എന്തിനാ നിർബന്ധിക്കുന്നത്? അല്ലേ അമ്മേ? എനിക്ക് എന്തായാലും സാമ്പാർ മതി. അതിന്റെ മണം അടിച്ചിട്ട് തന്നെ കൺട്രോള് പോകുന്നു. ഇവരിപ്പോ എന്ത് പറഞ്ഞ് കഴിക്കുന്നതിന് തടയും? അഞ്ജന, ആ സാമ്പാർ കഴിക്കണ്ട. ആന്റി, അത് കഴിക്കല്ലേ, വേറെന്തെങ്കിലും കൂട്ടി കഴിക്കേ. എന്തിനാ കിരണ ഇവരെങ്ങനെ നിർബന്ധിക്കുന്നേ? അവർക്കിഷ്ടമുള്ളത് കഴിക്കട്ടെ. അതല്ല ചേച്ചി, നിനക്ക് എന്താ മോനെ? നോക്ക്, ചാരുവിന്റെ സാമ്പാറിനെ ഞാൻ വെറുതെ പുകഴ്ത്തിയതല്ല. സത്യം പറഞ്ഞ ആദ്യം ഉണ്ടാക്കിയ സാമ്പാർ കളഞ്ഞിട്ട് ദേ അരമണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ സാമ്പാർ. എന്നും കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഈ സാമ്പാറിനുണ്ട്. മോളെ ഇതുവരെ ഉണ്ടാക്കിയ സാമ്പാർ ഗംഭീരം. ഇന്ന് ഇപ്പൊ വിളമ്പിയ ഈ സാമ്പാർ ഉണ്ടല്ലോ, അത് അതിഗംഭീരം. അത്രേ എനിക്കിതിനെ കുറിച്ച് പറയാനുള്ളൂ. അങ്കിൾ എന്താ പറഞ്ഞത്? ആദ്യം ഉണ്ടാക്കിയ സാമ്പാർ എടുത്തു കളഞ്ഞിട്ട് വേറെ ഉണ്ടാക്കിയെന്നോ? അതേനെ, ഞാൻ ആദ്യം ഒരു സാമ്പാർ ഉണ്ടാക്കിയിരുന്നു. പക്ഷെ അതിൽ മല്ലിയില ഇടാൻ മറന്നുപോയി. കുറച്ചു കഴിഞ്ഞ് ഞാൻ വന്ന് മല്ലിയില ഇട്ട് ഇളക്കി നോക്കിയപ്പോഴുണ്ട് അതിലൊരു പല്ലി കിടക്കുന്നു. ആ സാമ്പാർ എടുത്ത് മാറ്റി വെച്ച് ഇത് പിന്നെ ഒരു ഉടായ്പിൽ തട്ടിക്കൂട്ടിയതാ. തട്ടിക്കൂട്ടിയതാണെന്നൊന്നും പറയില്ല കേട്ടോ. അന്യായ ടേസ്റ്റ്. ഇതിനാണ് കൈപ്പുണ്യം എന്ന് പറയുന്നത്. ദേ കൂട്ട് പറഞ്ഞു തന്നെന്ന് കരുതി എന്നെ കൊണ്ട് ഇങ്ങനൊന്നും ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആ ഇതിനിടയ്ക്ക് വേറൊരു സംഭവം ഉണ്ടായി. ഹേമയും എന്റെ മോളും മരുമോളും കൂടി വന്ന് ആ പല്ലി വീണ സാമ്പാർ എടുത്തു വെച്ച് ലാവിഷായിട്ടാണ് കഴിച്ചു. പല്ലി വീണ സാമ്പാറായിരുന്നു അതെന്നറിഞ്ഞ് ഛർദിച്ച് അവശരായി കിടക്കുക മൂന്നുപേരും. അതുകൊണ്ട് അവരെ കാണാത്തത്. ഞാനത് പറയാതിരുന്നതാ. സർവ പ്ലാനും പൊളിഞ്ഞല്ലോ. കിരണേ, വേണമെങ്കിൽ ഈ സാമ്പാർ കൂട്ടിക്കോ. കുറച്ചു കഴിഞ്ഞത് കിട്ടിയെന്ന് വരില്ല. ഞാനും അമ്മയും ചേർന്നത് തീർക്കും. അച്ഛനും വേണമെങ്കിൽ വാങ്ങിക്കോ. അങ്കിളെ കുറച്ച് ഒഴിക്കട്ടെ. ആദ്യം വേണ്ടാന്ന് പറഞ്ഞ അതിന്റെ ചമ്മലിരിക്കുക രണ്ടുപേരും. ഒഴിച്ചു കൊടുക്കും മോളെ. കഴിച്ചു കഴിഞ്ഞാൽ അവര് പറയും ഇനി എന്നും ചാരുമോളുടെ സ്പെഷ്യൽ സാമ്പാർ വേണം. വാങ്ങിച്ചു കഴിച്ചോ. ചെല്ലു മോളെ.